ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലോ വയനാട് ചുരം ഒഴിവാക്കി സഞ്ചരിക്കാൻ ഒരു തുരങ്ക വാർത്ത. വയനാട് തുരങ്കം അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ഒരു തുരങ്കത്തിലേക്ക് പോകാം. തൃശ്ശൂർ ജില്ലയിലും ഇങ്ങനത്തെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കമാണ് കുതിരാൻ. അപ്പൊ എങ്ങനെ നമുക്ക് തുരങ്കത്തിലേക്ക് പോകാം? ഓക്കെ, അപ്പൊ നമ്മൾ നേരെ തുരങ്കത്തിലോട്ട്. നമ്മളിപ്പോ വണ്ടി കയറി തുരങ്കത്തിന്റെ നേരെ പോവാണ്. നമ്മുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നതാണ് കുതിരാൻ തുരങ്കം. നമ്മൾ ഇനി തുരങ്കത്തിലേക്ക് കയറാൻ പോവാണ്. കുതിരാൻ മലയിലൂടെയാണ് ഈ തുരങ്കം കടന്നു പോകുന്നത്. തൃശ്ശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയിലാണ് ഈ തുരങ്കം ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കമാണിത്. 2 സമാന്തര തുരങ്കങ്ങളുണ്ട്. ഓരോ തുരങ്കത്തിനും 14 മീറ്റർ വീതിയും 10 മീറ്റർ ഉയരവും ഉണ്ട്. ഏകദേശം 1 കിലോമീറ്റർ അടുത്ത നീളമുണ്ട്. ഓരോ തുരങ്കത്തിലും 3 വരി പാതയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തുരങ്കത്തിന്റെ സൈഡൊക്കെ കണ്ട് എന്ത് ഭംഗിയായിട്ടാ ചെയ്തേക്കുന്നേ. ഇത് കണ്ടോ, ഈ തുരങ്കത്തിനകത്തുനിന്ന് വേറൊരു സൈഡിലേക്ക് വഴിയുണ്ടോ? തുരങ്കത്തിൽ എന്തെങ്കിലും സംഭവിച്ച് വഴി ബ്ലോക്കായ ഈ വഴിയിലൂടെ അപ്പുറത്തെ വഴിയിലേക്ക് പോകാം. ഈ തുരങ്കം വന്നതിന് പിന്നെ ആ കയറ്റം ഒന്നും കയറാതെ നമുക്ക് യാത്ര ചെയ്യാം. ഈ തുരങ്കത്തിനകത്ത് ഒത്തിരി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2021 ഒരു തുരങ്കം തുറന്നു. താമസിക്കാതെ രണ്ടാമത്തെ തുരങ്കവും തുറന്നു കൊടുത്തു. നമ്മുടെ പുറകെ ഒരു ലോറി വരുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കിയാലോ. ലൈറ്റ് ഒക്കെ ഇട്ട് കേറി വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോവാം. വീണ്ടും തുരങ്കത്തിന്റെ മറ്റേ ഭാഗത്തോടെ പോകാം.
അപ്പൊ നമുക്കിന്ന് മറ്റൊരു വീഡിയോ കാണാം. ബൈ.